ദൈവത്തിൻ്റെത് പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അഭിഷേകം കൊണ്ട് നിറയുക എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. ലേവ്യ പുസ്തകം 6-ാം അധ്യായം 12-13 വാക്യങ്ങൾ. യാഗപീഠത്തിൽ തീ കെട്ടുപോകാതെ കത്തിക്കൊണ്ടിരിക്കണം. പുരോഹിതൻ ഉഷസ് തോറും അതിന്മേൽ വിറക് കത്തിച്ച് ഹോമയാഗം അടുക്കി വെച്ച് അതിന്മീതെ സമാധാനയാഗങ്ങളുടെ മേധസ് ദഹിപ്പിക്കണം. യാഗപീഠത്തിന്മേൽ തീ കെട്ടുപോകാതെ എപ്പോഴും കത്തിക്കൊണ്ടേയിരിക്കണം. നിങ്ങളെ സംബന്ധിച്ച് ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ്? പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ നിങ്ങളെ അഭിഷേകം ചെയ്യുക എന്നതാണത്. കർത്താവായ യേശു പറഞ്ഞു, ഞാൻ ഭൂമിയിൽ തീ അയക്കാനാണ് വന്നത്, അത് ഇതിനകം ജ്വലിപ്പിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന്. ഇത് ലൂക്കോസ് 12-ാം അധ്യായം 49-ാം വാക്യത്തിൽ കാണാൻ സാധിക്കും. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, കർത്താവായ യേശു നിങ്ങളെ ആത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കുമെന്ന്. ഇത് മത്തായി 3-ാം അധ്യായം 11-ാം വാക്യത്തിലും കാണാൻ സാധിക്കും. നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും അഗ്നിയും സ്വീകരിക്കുക മാത്രമല്ല, നിങ്ങൾ എപ്പോഴും കർത്താവിന് വേണ്ടി അഗ്നിയായി ജീവിക്കുകയും വേണം. വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കുക എന്ന്. ഇത് റോമർ 12-ാം അധ്യായം 11-ാം വാക്യത്തിലും ആത്മാവിനെ കെടുക്കരുത് എന്ന് 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 19-ാം വാക്യത്തിലും പറയപ്പെടുന്നു. വിളക്ക് കത്തിക്കുന്നത് എളുപ്പമാണ്, പക്ഷെ അത് കത്തിച്ചു കളയാൻ ബുദ്ധിമുട്ടുമാണ്. നിങ്ങളുടെ പ്രയത്നത്തിന്റെ ഫലം അത് ജ്വലിക്കുന്നതിലാണ്. വിളക്ക് കെടുത്തിയ ശേഷം മൂടി വെച്ചാൽ അത് അണയും. അല്ലെങ്കിൽ ആവശ്യത്തിന് എണ്ണയില്ലെങ്കിൽ അത് ഉടൻ അണഞ്ഞു പോകും. വെള്ളം ഒഴിച്ചാലും അത് കെട്ടുപോകും. അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ കുറവുണ്ടാകുമ്പോൾ അഭിഷേകം കുറയുന്നു. അനാവശ്യ പ്രശ്നങ്ങളിലേക്കും ഗോസിപ്പുകളിലേക്കും നിങ്ങൾ ആകർഷിക്കപ്പെടുകയോ ടെലിവിഷന് മുന്നിൽ സമയം പാഴാക്കുകയോ ചെയ്താൽ നിങ്ങളുടെ വെളിച്ചം അണഞ്ഞുപോകും. എന്നാൽ നാം പ്രാർത്ഥിക്കുമ്പോഴും ദൈവത്തെ സ്തുതിക്കുമ്പോഴും കർത്താവിന്റെ സന്നിധിയിൽ കാത്തിരിക്കുമ്പോഴും ആത്മാവിന്റെ അഗ്നി അഭിഷേകം നമ്മുടെ മേൽ ചൊരിയപ്പെടുന്നു. ദാവീദ് അന്ന് പാപം ചെയ്തപ്പോൾ തന്റെ അഭിഷേകത്തിന്റെ അഗ്നി അണഞ്ഞതായി അവൻ തിരിച്ചറിഞ്ഞു. അതിനാൽ അവൻ കർത്താവിനോട് നിലവിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, ദൈവമേ, എന്നിൽ ശുദ്ധമായ ഒരു ഹൃദയം തരണമേ, എന്നിൽ സ്ഥിരമായ ഒരു ആത്മാവിനെ നവീകരിക്കണമേ. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. പുനർസ്ഥാപിക്കണമേ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് നിന്റെ ഉദാരമായ ആത്മാവിനാൽ എന്നെ താങ്ങണമേ എന്ന്. ഇത് സങ്കീർത്തനം 51-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ആഗസ്റ്റിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. കർത്താവ് അവനെ വിളിക്കുന്നതിന് മുൻപ് അവൻ പാപത്തിന്റെയും അശുദ്ധിയുടെയും ജീവിതം നയിച്ചു. ഒരു ദിവസം കർത്താവിന്റെ ആത്മാവ് അവനെ പേര് ചൊല്ലി വിളിക്കുകയും റോമർ 13-ാം അധ്യായം 13-ാം വാക്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അതിൽ പറഞ്ഞു, നമുക്ക് പകൽ പോലെ ഉല്ലാസത്തിനും മദ്യപാനത്തിലും അശ്ലീലതയിലും കാമത്തിലും കലഹത്തിലുമല്ല ശരിയായി നടക്കാം, അസൂയപ്പെടരുത് എന്ന്. ആ വാക്യത്താൽ അവൻ ശിക്ഷിക്കപ്പെട്ടു. ആ ദിവസം തന്നെ ആത്മാവിനാൽ നയിക്കപ്പെടാൻ തന്റെ ജീവിതം സമർപ്പിച്ചു. ദൈവത്തിന്റെ നേതൃത്വത്തിൽ അഗ്നിജ്വാലയായി കർത്താവിനെ സേവിക്കാനും എണ്ണമറ്റ ആത്മാക്കളെ കർത്താവിലേക്ക് കൊണ്ടുവരാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. ദൈവമക്കളെ, നിങ്ങൾക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും അഗ്നിയും ജ്വലിപ്പിക്കുക. നിങ്ങളുടെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കുക. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 1-ാം വാക്യം. ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആകാശത്ത് നിന്ന് തീ ഇറങ്ങി ഹോമയാഗവും ഹനനയാഗവും ദഹിപ്പിച്ചു. യഹോവയുടെ തേജസ്സും ആലയത്തിൽ നിറഞ്ഞു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ യോന 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങൾ. വൈകുന്നേരം വെളിപ്പാട് 10-ാം അധ്യായം. ആമേൻ.